ഞാൻ വന്നിട്ടുള്ളത് ഒരു 5 മിനിറ്റ്സ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം, അതിനെന്തൊക്കെ വേണം നമുക്ക് നോക്കാം. കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോയാണ്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഗ്രേറ്റ് ചെയ്ത് ഉടനെ വെള്ളത്തിലിടണം. തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അതിനകത്തുള്ള ഒരു സ്റ്റാർച്ച് ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് മുട്ട വേണം. അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളയും മഞ്ഞയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ള അതാണ്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ ഞാൻ ഇതാണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് മഞ്ഞ അവിടെ ഇരിക്കട്ടെ, വെള്ളം മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം വേണം. പിന്നെ സ്പ്രിംഗ് ഒണിയൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലത്. പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇത് 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുള്ള ഈ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ എടുത്ത് നമ്മളതിൻ്റെ വെള്ളം എല്ലാം നല്ലപോലെ മാറ്റിയെടുക്കണം. വെള്ളം നല്ലപോലെ കളയണം. ഈ ഒരു ചെറിയൊരു അരിപ്പ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫുള്ള് അത് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ഇത് കറുത്തു പോകും. അപ്പം ഇത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള 3 മുട്ടയും കൂടി ഇതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സ്പ്രിംഗ് ഒണിയൻ ഉണ്ടോ ഒരു 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടിയാണ് ഇവിടെ എരിക്ക് വേണ്ടി ചേർക്കുന്നത്, വേറൊന്നും ചേർക്കത്തില്ല. അത് ഞാൻ ചതച്ച കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചതച്ച കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇനി പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി വൈറ്റ് പെപ്പർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ലതാണ്. ഇത് ബ്ലാക്ക് പെപ്പറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഞാൻ അതാണ് ചേർത്തത്. കുരുമുളക് പൊടിയും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഏറ്റവും അവസാനം ഉപ്പ് ചേർക്കാവൂ. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഉപ്പും കൂടെ ചേർത്തിട്ട്. ഏകദേശം നല്ലപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പരുവെത്തുമ്പം ഈ ഒരു രീതിയിൽ കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് അത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മൾ മിക്സിങ് നിർത്തണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുട്ടയുടെ മഞ്ഞ എന്ത് ചെയ്യാനാണ്, മുട്ടയുടെ മഞ്ഞ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കൊരു ഹോൾ ഉണ്ടാക്കണം. തീ ഏറ്റവും സിമ്മിലാക്കി വെക്കണം. ഒരു കുഴി പോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇനി ആ കുഴിയിലേക്കാണ് നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഇതുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിതിൽ 2 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കാം. ഒന്നും കൂടി പുറത്ത് വയ്ക്കാം. അതായത് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അത്രയും മുട്ട നമ്മൾ എടുക്കേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വേവോ ഇല്ലെന്നൊക്കെ. നല്ലപോലെ ഇത് വെന്ത് വരും, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ മുട്ടയും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഈ മഞ്ഞ പാട്ടിന് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അതിൻ്റെ കൂടെ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ മുകളിൽ ശകലം വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം കൊണ്ടാണ് ഇതിപ്പോൾ കവർ ചെയ്തേക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ്സിൽ ചെറിയ തീയിലിരുന്ന് വേണം അത് വെന്ത് വരാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റോളം ഞാനിത് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചാണ് വേവിച്ചത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ വൈറ്റ് യെല്ലോ പോർഷൻസ് എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിട്ട കുരുമുളകൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം. അപ്പം ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ മൂന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ളത് നമ്മുടെ 3 ഓംപ്ലേറ്റ് പൊട്ടറ്റോ എഗ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇത് കാണിച്ചു തരാം. അതെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എഗ്ഗ് നോക്കാം. ഫസ്റ്റ് പൊട്ടറ്റോയുടെ ഭാഗം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ പോർഷൻ നോക്കാം. അതേ നല്ലപോലെ അതും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ കമൻറ്റ്സൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.